ഹലോ ഫ്രണ്ട്സ്, ഇന്നും എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് കണ്ടിട്ടുണ്ടോ? ഇതുപോലെ ഉണ്ടാൽ മതി. നാട്ടിലും വീട്ടിലുള്ള എലികളെല്ലാം തുരുത്തി ഓടിക്കുക. അതുപോലെ ഈച്ച, വല്ലി, പാറ്റ ഒക്കെ തുരുത്തി ഓടിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ഓൾ ഓപ്ഷനോട് തന്നെ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതുപോലെ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. ആദ്യത്തേത്, ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ ഇത് അറിയാവുന്നതായിരിക്കും, കണ്ടിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതെന്താ നമുക്ക് നോക്കാം. ഇതുകൊണ്ട് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അതിൽ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ട്. നമ്മളത് വലിച്ചാൽ അത് ഇളകി വരുന്നതാണ്. ഇപ്പോൾ ഞാനത് വലിച്ചിളക്കുന്നില്ല. അതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളമോടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സാധാ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ നമുക്കൊന്ന് മാറ്റി വെക്കാം. എന്താ നടക്കുന്നതെന്ന് കാണാം. വെള്ളം ഒഴിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേനും അതിനകത്തുനിന്ന് ബബിളൊക്കെ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അവിടെ ഒരു കെമിക്കൽ റിയാക്ഷനൊക്കെ നടന്ന് ബബിളൊക്കെ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ആ പ്ലാസ്റ്റിക് കോട്ടിംഗ് ഒക്കെ അത് മെൽറ്റ് ചെയ്ത് വെളിയോട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ആ പ്ലാസ്റ്റിക് കോട്ടിംഗ് ഒക്കെ ഒന്ന് മെൽറ്റായിട്ട് അതിൽ നിന്ന് മാറുന്നതാണ്. അപ്പോൾ ഞാനൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് അതൊന്ന് ഇളക്കി കാണിക്കുന്നുണ്ട്. കണ്ടോ, അതെല്ലാം വെള്ളം ഒഴിച്ചപ്പോഴത്തേനും അതെല്ലാം മെൽറ്റായി വന്ന് അത് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അത് എല്ലാം അലുത്ത് പോയിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാവുന്നതാണ്. ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ പ്ലാസ്റ്റിക് കോട്ടിംഗ് ഒക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഒരു 5-10 മിനിറ്റ് കൂടെ കഴിയുമ്പോഴത്തേനും അതെല്ലാം ഒന്നുകൂടെ വെള്ളത്തിലോട്ട് ലയിച്ച് വരുന്നതായിരിക്കും. പിന്നെ കുറച്ച് സമയം എടുക്കുക. അത് തന്നെ ഇങ്ങനെ നമ്മൾ വെള്ളത്തിൽ ഇടുവാണെങ്കിൽ കുറച്ച് സമയം എടുക്കുക. അതെല്ലാം ഒന്ന് മെൽറ്റായി വരുന്നതിന് വേണ്ടിയിട്ട്. അതേസമയം ശകലം ചൂടുവെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് ഒന്നുകൂടെ മെൽറ്റ് ആവുന്നതായിരിക്കും. ഇപ്പം ഞാൻ കയ്യിലെടുത്ത് കാണിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ളതൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കയ്യിലൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡിഷ് വാഷറിനകത്ത് ഉപയോഗിക്കുന്ന ഒരു സോപ്പിൻ്റെ ഒരു കട്ടയാണ്. അപ്പോൾ ഡിഷ് വാഷർ ടാബ്ലറ്റ് എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ നമ്മളിത് കൂടുതലും ഗ്ലൗസൊക്കെ ഇട്ടിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ഡിഷ് വാഷർ ടാബ്ലറ്റ് ആണെങ്കിൽ അത് ആ മെഷീനകത്തോട്ട് ഇടാൻ തക്ക രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് റെഗുലറായിട്ട് നമ്മൾ കയ്യിലൊക്കെ എടുത്ത് ഇങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ കൈയൊക്കെ നല്ല ഡ്രൈ ആകാനുള്ള സാധ്യത. അതുകൊണ്ട് ഗ്ലൗസ് ഉപയോഗിച്ച് തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കയ്യിൽ ഇതെടുക്കുമ്പോൾ ഒരു വഴുവഴുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഒരു വഴുവഴുപ്പ് പോലെ തോന്നത്തില്ലേ? വെള്ളമായിട്ട് കോണ്ടാക്ട് വരുന്ന സമയത്ത് ഒരു വഴുവഴുപ്പ് പോലെ തോന്നും. അതേപോലെ ഉള്ള വഴുവഴുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഗ്ലൗസ് ഒക്കെ ഇട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ അതിലോട്ട് ഞാൻ കുറച്ച് നാരങ്ങ നീരൂടെ പിഴിഞ്ഞൊഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. നാരങ്ങ നീരോടൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മുടെ ഈ സൊല്യൂഷന്. അപ്പോൾ നമ്മൾക്ക് ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് കൗണ്ടർ ടോപ്പ്, സിങ്ക്, വാഷ് ബേസിന്, അതുപോലെ ഡൈനിങ് ടേബിളൊക്കെ തൂത്ത് തുടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തുടയ്ക്കാവുന്നതാണ്. അപ്പം അങ്ങനെ തുടച്ചെടുക്കുന്ന സമയത്ത് ഈച്ച, പല്ലി, പാറ്റ, കൊതുക്, ഇനി ചെറിയ ചെറിയ പ്രാണികൾ ഇതിൻ്റെ ഒന്നും ശല്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് ഇത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണിത്. ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കുപ്പിയിലോട്ട് ഞാനിപ്പോൾ കുറച്ച് ഒഴിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ കുപ്പിയുടെ അടപ്പിന് ചെറിയ ഹോളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതുപോലെ ഒരു സൊല്യൂഷൻ നമുക്ക് ഉണ്ടാക്കി വെക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്ന സമയത്ത് നമുക്ക് വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ ഇതിട്ടിട്ട് പിന്നെ അതിലോട്ട് നാരങ്ങ നീരൂടെ പിഴിഞ്ഞൊഴിച്ചിട്ട് വേണം ഉണ്ടാക്കി വെക്കാനായിട്ട്. ഇപ്പം ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങ നീര് സാധാ വെള്ളത്തിലോട്ട് ആ ഡിഷ് വാഷർ ടാബ്ലറ്റൂടെ ഇട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഇപ്പോൾ ഞാൻ പെട്ടെന്ന് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്, ഇത് യൂസ് ചെയ്ത് തീർന്നു പോകുന്നതുകൊണ്ടാണ് പിന്നെ വെക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ സാധാ വെള്ളത്തിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഡിഷ് വാഷറിനകത്ത് ഉപയോഗിക്കുന്ന ഈ ഡിഷ് വാഷർ ടാബ്ലറ്റ് നമ്മൾ അതിൽ ഇട്ട് പാത്രം കഴുകാൻ മാത്രമല്ല, നമുക്ക് ഇതുപോലുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നല്ലൊരു സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് ഇത്. അടുത്ത രണ്ടാമത്തെ ടിപ്പ്, ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന പാൻറ്റ് ശകലം ലൂസാണ്. അത് ഇട്ട് കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ലൂസായിട്ടുള്ള പാൻറ്റാണ്. അത് എങ്ങനെയാണ് കുറയ്ക്കുന്നത്? ലൂസ് അത് മാറ്റി നമുക്ക് കറക്റ്റ് ഫിറ്റ് ആക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം.
അപ്പോൾ നമ്മളത് ഇട്ട് നോക്കിയിട്ട് എന്തുമാത്രം പിന്നെ ലൂസായിട്ടാണ് അത് ഇരിക്കുന്നതെന്നുള്ളത് അത് അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഫ്രണ്ടിൽ ആ പോക്കറ്റിൻ്റെ സൈഡിലാണ് ഇപ്പം ഞാനത് വരച്ചു കൊടുക്കുന്നത്. അപ്പം അത് ഒരു നോർമലായിട്ടൊരു സ്റ്റിച്ചിങ് ഉണ്ട്. അത് സ്ട്രെയിറ്റ് ആയിട്ട് ആ ലൈൻ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് ഇവിടെ സൈഡിലോട്ട് ഞാൻ പേന കൊണ്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ടിപ്പാണ്. ഇപ്പം ഞാനിവിടെ ഇത് കാണിക്കുന്നത് പാൻറ്റിൻ്റെ സൈഡിലായിട്ട് വരുന്ന പോക്കറ്റിൻ്റെ ആ സൈഡിലായിട്ടാണ് ഇത് ചെയ്ത് കാണിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതേ രീതിയിൽ തന്നെ നമുക്ക് പാൻറ്റിൻ്റെ ബാക്കിലാണെങ്കിലും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അത് ബാക്കിൽ ഞാൻ ഇത് ഇവിടെ വരച്ച് കാണിക്കുന്നുണ്ട്. ആ നടുക്കൊരു സ്റ്റിച്ചിങ് പോയിട്ടുണ്ട്. അത് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് സൈഡിലോട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കിലാകുമ്പോൾ രണ്ട് സൈഡിലോട്ടും വരച്ച് കൊടുത്തിട്ട് രണ്ട് സൈഡിൽ നിന്നും നമ്മൾ ഈ ചെയ്യുന്ന സ്റ്റിച്ചിങ് അവിടെ ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ പാൻറ്റിൻ്റെ പോക്കറ്റിൻ്റെ ആ ഫ്രണ്ടിലായിട്ട് വരുന്ന സൈഡിലാണ് ഞാൻ ഒരു സൈഡിൽ മാത്രമേ ഞാനിപ്പോൾ ഇത് തയ്ച്ച് കാണിക്കുന്നുള്ളൂ. അപ്പോൾ അവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ സൂചി നൂലും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സൂചി പാൻറ്റിൻ്റെ ബെൽറ്റൊക്കെ ഇടുന്ന കട്ടിയിട്ടുള്ള ഭാഗമില്ല, അവിടുന്ന് തന്നെ ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവിടുന്ന് ഒന്ന് കോർത്തെടുത്തിട്ട് അടുത്ത അതിൻ്റെ നേരെ ഓപ്പോസിറ്റിലോട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ രീതിയിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ആദ്യം നമ്മൾ തയ്ച്ചെടുത്തുനിന്ന് ഓപ്പോസിറ്റ് വരയുടെ അവിടോട്ടാണ് നമ്മൾ സ്റ്റിച്ച് എടുത്തത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫ്രണ്ടിലോട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും അതിൻ്റെ ഫ്രണ്ടിലോട്ട് എടുത്തിട്ട് അവിടുന്ന് നേരെ ഓപ്പോസിറ്റിലോട്ട് നമ്മൾ തയ്ച്ചെടുത്തു. പിന്നെ അതേപോലെ നമുക്ക് മുന്നോട്ട് വരച്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അത്രയും വലുപ്പത്തിൽ മാത്രം നമ്മൾ തയ്ച്ചെടുക്കുന്നു. പാൻറ്റിൻ്റെ ബെൽറ്റ് ഇടുന്ന ആ ഭാഗം ഉണ്ടല്ലോ ടോപ്പിൽ, അത് നല്ല കട്ടിയായിട്ടുള്ള നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ തയ്ക്കുന്ന സമയത്ത് ജസ്റ്റ് ആ ടോപ്പിലെ തുണിയിൽ മാത്രം നമ്മൾ ഈ രീതിയിൽ തയ്ച്ചെടുക്കുന്നുള്ളൂ. തുണി മൊത്തത്തിൽ നമ്മൾ തയ്ച്ചെടുക്കുന്നില്ല. കാരണം നമ്മളിത് പിന്നീട് ഇതൊന്ന് വലിച്ച് മുറുക്കുന്നുണ്ട്. അങ്ങനെ മുറുക്കുന്ന സമയത്ത് ആ നൂല് പൊട്ടിപ്പോകും. അതിന് കട്ടിയായിട്ട് ഇരിക്കുന്ന ആ ജോയിൻറ്റിൻ്റെ അവിടെ നല്ല കട്ടിയായിട്ട് വരുന്ന സ്ഥലമാണ്. അപ്പോൾ ആ നൂല് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നല്ല കട്ടിയായിട്ടുള്ള നൂല് നമ്മൾ എടുക്കണം. ഇങ്ങനെയുള്ള നൂല് നമ്മൾ സാധാ തയ്ക്കുന്ന നൂലെടുക്കുമ്പോൾ അത് പെട്ടെന്ന് അത് നമ്മൾ വലിക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോവും. അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ആ മാർക്ക് ചെയ്ത ഭാഗത്ത് നമ്മൾ ഓപ്പോസിറ്റ് ആൾട്ടർനേറ്റ് ആയിട്ട് ഇവിടെ കാണിക്കുന്ന രീതിയിൽ തന്നെ തയ്ച്ച് മുന്നോട്ട് എടുക്കുക. അപ്പോൾ പാൻറ്റിൻ്റെ ഉൾവശം ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ആ ടോപ്പിലുള്ള തുണിയിൽ മാത്രമേ ഇങ്ങനെ തയ്ച്ചെടുക്കുന്നുള്ളൂ. ഉള്ളിലോട്ട് നമ്മൾ തയ്ച്ചെടുത്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത് ഫുള്ള് ഇപ്പോൾ തയ്ച്ച് വന്നിട്ടുണ്ട്. ഈ രീതിയിൽ വേണം തയ്ച്ചെടുക്കാനായിട്ട്. അങ്ങനെ തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇനി ആ നൂലിൻ്റെ നമ്മൾ തയ്ച്ച് നിർത്തിയ ആ നൂലിൻ്റെ അവിടുന്ന് പിടിച്ചൊന്ന് വലിക്കണം. അങ്ങനെ വലിക്കുന്നുണ്ട് അതൊന്ന് ടൈറ്റായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ആ ജോയിൻറ്റിൻ്റെ അവിടെ കട്ടിയായിട്ടുള്ള ഭാഗം നമുക്ക് വലിക്കുന്ന സമയത്ത് അത് അങ്ങോട്ട് വരുന്നുണ്ടാവില്ല. അപ്പോൾ ആ ഭാഗം നമുക്ക് ഓരോ നൂലിലും പിടിച്ച് ഒന്ന് ടൈറ്റാക്കി ഇപ്പം ഞാനിവിടെ കാണിക്കുന്ന രീതിയിൽ തന്നെ ഒന്ന് ടൈറ്റാക്കി എടുക്കണം. അന്നേരം അത് നന്നായിട്ട് തന്നെ ടൈറ്റായിട്ട് വരുന്നതായിരിക്കും. ആ കട്ടിയായിട്ടുള്ള ഭാഗത്തെ ഓരോ നൂല് സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് വലിച്ച് ഒന്ന് ടൈറ്റാക്കിയാണ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് മേളിൽ നിന്ന് തന്നെ അത് വലിഞ്ഞ് അത് ടൈറ്റായി വരുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ നടുക്ക് ഒരു കുറച്ച് നൂല് വെള്ളിലോട്ട് കിടപ്പുണ്ട്. എന്നിട്ട് നമുക്ക് ഏറ്റവും നമ്മൾ തയ്ച്ച് നിർത്തിയെടുത്ത് ആ നൂലിലൊന്ന് പിടിച്ച് വലിച്ചാൽ മതി. അത് മൊത്തത്തിൽ തന്നെ അത് അവിടെ ടൈറ്റായിട്ട് കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ്. ഇപ്പം കണ്ടോ എല്ലാം നല്ല ടൈറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയുന്ന പോലും ഉണ്ടാവില്ല നമ്മളവിടെ ചെറുതാക്കി എടുത്തത് നമ്മൾ അവിടെ ഓൾട്ടറേഷൻ ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാവത്ത് പോലും ഇല്ല. നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ രീതിയിൽ നമുക്ക് തയ്ച്ചെടുക്കാവുന്നതാണ്. പ്രത്യേകിച്ച് സ്കൂൾ യൂണിഫോം ഒക്കെ നമുക്ക് കറക്റ്റ് അളവിനുള്ള അരവണ്ണം നമുക്ക് കറക്റ്റ് അളവിനുള്ള നമുക്ക് മിക്കവാറും കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ രീതിയിൽ തയ്ച്ച് നമുക്ക് ഓൾട്ടർനേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്.
അങ്ങനെ നമ്മൾ തയ്ച്ചു എടുത്തുകൊണ്ട് വന്ന ആ നൂലിലൊന്ന് പിടിച്ച് നമ്മൾ വലിച്ച് അവിടെ ടൈറ്റാക്കി എടുത്തല്ലോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ വലിച്ചെടുത്ത ആ നൂലിൻ്റെ അവിടുന്ന് ഉള്ളിലോട്ട് നമുക്ക് സൂചി ഒന്ന് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നൂലൊന്ന് കെട്ടി ഒന്ന് എടുത്താൽ മതി. അവിടെ ടൈറ്റായിട്ട് അവിടെ ഇരുന്നോളൂ, പോകത്തില്ല. ഈ രീതിയിൽ നമുക്ക് ഈ പാൻറ്റൊക്കെ ഇങ്ങനെ ലൂസായിട്ടുള്ള പാൻറ്റൊക്കെ നമുക്ക് തയ്ച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഇടുന്നുണ്ടെ അത് നല്ല ഫിറ്റായിട്ടിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഓൾട്ടർനേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. അപ്പോൾ ഇതുപോലെ പാൻറ്റൊക്കെ നമുക്ക് ഓൾട്ടർനേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ കടയിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല പൈസ തന്നെയാവും നമുക്ക്. പക്ഷേ വീട്ടിൽ തന്നെ ഈ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അടുത്ത മൂന്നാമത്തെ ടിപ്പ്, നേരത്തെ നമ്മൾ ഉണ്ടാക്കിയ ആ സൊല്യൂഷൻ കുപ്പിയിലോട്ട് ഒഴിച്ചെടുത്തായിരുന്നല്ലോ. അപ്പം ഞാൻ കൗണ്ടർ ടോപ്പ് ഒന്ന് കഴുകി കാണിച്ചു. ഇനി ഞാൻ സിങ്ക് ഒന്ന് കഴുകി കാണിക്കുന്നുണ്ട്. അപ്പം സിങ്കിലോട്ട് കുറച്ചൊന്ന് കുപ്പിയിൽ നിന്നൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഒരു സ്ക്രബ്ബർ എടുത്തിട്ട് ഒന്ന് കഴുകി കാണിക്കുന്നുണ്ട്. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ക്ലീനിങ് ഒക്കെ ചെയ്യാൻ പറ്റും. വളരെ നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ്. ഇപ്പോൾ ഇതിൽ ടാബ്ലറ്റും നാരങ്ങ നീരും മാത്രം വെച്ചിട്ടുള്ളൊരു സൊല്യൂഷനാണ്. സിമ്പിളായിട്ടുള്ളൊരു ക്ലീനിങ് സൊല്യൂഷനാണ് ഇവിടെ ഉണ്ടാക്കിയത്. ഇനി നമുക്ക് ഇതിനകത്ത് ബേക്കിംഗ് സോഡ അതുപോലെ ലിക്വിഡ് ഡിഷ് വാഷൊക്കെ ചേർത്ത് കൊടുത്ത് കുറച്ചുകൂടെ പവർഫുള്ളായിട്ടുള്ള നമുക്ക് ക്ലീനിങ് സൊല്യൂഷൻ എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ സിങ്ക് ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി കാണിക്കുന്നുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലതായിട്ട് ക്ലീനായി കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ്. അടുത്ത നാലാമത്തെ, കുപ്പിയിൽ ഒഴിച്ചെടുത്തതിൻ്റെ ബാക്കിയുള്ള ഇതിലോട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചൊന്ന് ഡൈലൂട്ടാക്കി എടുത്തിട്ട് അതിലോട്ട് ടവലിട്ട് കൊടുത്ത് ഒന്ന് നനച്ചെടുക്കുന്നുണ്ട്. അത് എന്നിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് അതിലോട്ട് ഇതുപോലൊരു അടപ്പ് വെച്ച് കൊടുക്കുക. നമ്മളുടെ പാത്രത്തിന് അടപ്പൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ കുറച്ച് വലിയ അടപ്പൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ടൈറ്റായിട്ടൊന്ന് പിടിച്ചിട്ട് നമുക്ക് നമ്മുടെ സോഫ സെറ്റൊക്കെ നല്ലതായിട്ട് ക്ലീനാക്കി എടുക്കാവുന്നതാണ്. നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടും. ആഴ്ചയിൽ നമുക്ക് ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആ സോഫ സെറ്റിലെ പൊടിയെല്ലാം ആ നനഞ്ഞ് നമ്മൾ തുണിയുണ്ടല്ലോ ആ പൊടി അതിലുള്ള പൊടിയെല്ലാം ആ ടവലിലോട്ട് പിടിച്ചിരിക്കുന്നതായിട്ട് കാണാം. അങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ സോഫ സെറ്റൊക്കെ ക്ലീനാക്കി എടുക്കാവുന്നതാണ്. നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടും. അതുപോലെ അതിലെ പൊടിയൊക്കെ ആണെങ്കിലും ആ ടവലിൽ പിടിച്ചിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ രീതിയിൽ സോഫ സെറ്റൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട്. ഈ ഡിഷ് വാഷർ ടവൽറ്റ് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് മേടിക്കാം. അപ്പോൾ മേടിച്ചിട്ട് നമുക്ക് ഇതുപോലുള്ള ആവശ്യങ്ങൾക്ക് ക്ലീനിങ്ങിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത അഞ്ചാമത്തെ ടിപ്പ്, അപ്പോൾ അതിൽ നിന്ന് ഒരു ഡിഷ് വാഷർ ടവൽറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്ലാസ്റ്റിക് കോട്ടിങ് ഞാൻ ഇളക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം അത് നല്ല രീതിയിൽ തന്നെ ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ഇളക്കി മാറ്റിയിട്ട് ഇടികളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇടിച്ചൊന്ന് അതൊന്ന് പൊടിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പൊടിച്ച് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കാം. ആ ഡിഷ് വാഷർ ടവൽറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പൊടിച്ചെടുത്തിട്ട് അതിൽ നിന്ന് ഒരു കുറച്ച് എടുക്കുന്നുള്ളൂ. അത് എടുത്തിട്ട് ചിരട്ടയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ ചെയ്തതെന്ന് നോക്കാം. ഇനി അതിലോട്ട് ഒരു ടേബിൾ സ്പൂണ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിലോട്ട് ബേക്കിംഗ് സോഡ ഒരു 1/2 ടീസ്പൂൺ വരത്തക്ക രീതിയിൽ ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ നമുക്ക് ഉദ്ദേശിക്കുന്ന ആ റിസൾട്ടൊന്നും കിട്ടത്തില്ല. അപ്പോൾ വിനാഗിരി ഒഴിച്ചു കൊടുക്കുമ്പോൾ പതഞ്ഞൊക്കെ വരുന്ന കാണാം. അത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇങ്ങനെയാണ് കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഞാനൊരു ഡിസ്പോസിബിളായിട്ടുള്ള ഒരു അടപ്പെടുത്തിട്ടുണ്ട്. അതിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് എന്തിൽ വേണമെങ്കിലും വെച്ച് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ചട്ടയിലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തിട്ട് നമുക്ക് എലിയൊക്കെ ഒന്ന് ആകർഷിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാവുന്നത്. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കപ്പലിൻ്റെയാണ്. അപ്പോൾ കപ്പലിൻ്റെ 1-2 മുഴുവനെ ഉള്ളത് അതിലോട്ട് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഒത്തിരി അങ്ങ് പൊടിയായിട്ടൊന്നും ആക്കണ്ട. ചെറിയ ചെറിയ കഷ്ണം പോലൊക്കെ കിടക്കണം. അങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് നമ്മൾ സെപ്പറേറ്റ് ആക്കി വെച്ച് 2 പാത്രത്തിലും ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് എലിശല്യമുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുവെക്കാവുന്നതാണ്. ഗ്യാസ് അടുപ്പിൻ്റെ അടുത്തായിട്ട്, വിറകടുപ്പിൻ്റെ അവിടെ ആയിട്ട്, അതുപോലെ തന്നെ
തന്നെ സ്റ്റെയർ കേസിലൊക്കെ നമുക്ക് കൊണ്ടുവെക്കാം. അവിടെയൊക്കെ എലിയുടെയൊക്കെ പോക്ക് വരവൊക്കെ ഉണ്ടാവും. നമുക്ക് അറിയാമല്ലോ, എലിയൊക്കെ വന്ന് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ അതിൻ്റെ കാഷ്ടവും മൂത്രവും ഒക്കെ കിടക്കും. അവിടെയൊക്കെ നമുക്ക് കൊണ്ടുവെക്കാവുന്നതാണ്. അങ്ങനെ എലിയൊക്കെ വന്ന് വരുന്ന സ്ഥലത്ത് ഇത് കൊണ്ടുവെക്കുമ്പോൾ അത് വന്ന് കഴിച്ചിട്ട് ഇനി ഇതിനകത്ത് നമ്മൾ ബേക്കിംഗ് സോഡ അതുപോലെ തന്നെ ഡിഷ് വാഷ് ടാബ്ലറ്റൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എലിയുടെ ഉള്ളിൽ ചെന്നിട്ട് അതിന് ഡൈജസ്റ്റീവ് ആയിട്ടുള്ള പ്രോബ്ലം ഒക്കെ ഉണ്ടാക്കിയിട്ട് ഭയങ്കര പരവേശം എടുക്കും. അപ്പോൾ ആ സ്ഥലത്ത് തന്നെ ഓടി പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് തന്നെ അത് ചത്തുപോവുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ ഇതിനാണെങ്കിൽ ഡൈജസ്റ്റീവ് ആയിട്ടുള്ള പ്രോബ്ലം, ഡീഹൈഡ്രേഷനൊക്കെ ഉണ്ടായി അത് ചത്തുപോവുകയാണ് ചെയ്യുന്നത്. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്കും ഹൈപ്പ് ചെയ്യാനൊന്നും മറന്നു പോരുത്. അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ഓൾ ഓപ്ഷൻ തന്നെ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇനി വേറെ വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.